പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യെശയ്യാ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വചനഭാഗത്ത് അവിടുന്ന് കർത്താവ് പറയുന്ന വലിയൊരു ദൈവിക സന്ദേശമുണ്ട്. കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് എൻ്റെ പ്രിയന്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ദൈവം ഒരു മുന്തിരിത്തോട്ടം ഒരുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട് പ്രിയമുള്ളവരെ. ആ തോട്ടത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെ കുറിച്ച് കർത്താവ് പറയുകയാണ്. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കിക്കളഞ്ഞു. തോട്ടത്തിന് ആദ്യം സംരക്ഷണമാണ് ആദ്യം ഒരുക്കുന്നത്. വേലി വെക്കുന്നു. ആ വേലി വെക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മറ്റാരും കടന്നു വരാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് വേലി വെക്കുന്നത്. അതിനുശേഷം അതിൻ്റെ അകത്തുള്ള എല്ലാ കല്ലുകളും പെറുക്കിക്കളഞ്ഞു. കാരണം അതിൻ്റെ അകത്തൊരു മാലിന്യം പോലും കടന്നു വരാത്ത വണ്ണം അത്രയും ക്ലിയർ ആക്കി, നീറ്റാക്കി അതിൽ നല്ല വക മുന്തിരി വള്ളി നട്ടു. നടുവിൽ ഒരു കോപുരവും പണിതു. ഒരു ചക്കും ഇട്ടു. മുന്തിരിങ്ങ കായ്ക്കുമെന്ന് അവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. ഇത് ഒരു ദൈവവൈതനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കുറിച്ചാണ് കർത്താവ് ഒരുക്കി അവനൊരു വേലി കെട്ടി അവനെ സംരക്ഷിക്കുന്ന കർത്താവ്. ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ഒരു ഫലം നമ്മളിൽ നിന്ന് കാണാതെ വരുമ്പോഴാണ് കർത്താവ് നമ്മോട് പറയുന്നത്. കർത്താവ് പറയുന്നൊരു കാര്യം ഇതാണ്: ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്ക് എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ ന്യായം വിധിപ്പിൻ. ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്തു ചെയ്യാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നപ്പോൾ അത് കാട്ടുമുന്തിരിങ്ങയാണ് ഉണ്ടായത്. നല്ല ഫലം കായ്ക്കാത്ത കമ്പുകളൊക്കെ വെട്ടി തീയിലെറിയപ്പെടുമെന്ന് പുതിയ നിയമത്തിൽ യോഹന്നാൻ-സുവിശേഷം 15-ാം അധ്യായത്തിൽ കർത്താവ് പറയുകയാണ്. എൻ്റെ വചനം കേട്ട് അത് അനുസരിക്കുന്നവന് ശുദ്ധിയുണ്ട്. കായ്ക്കാത്ത കമ്പെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. എന്നാൽ നല്ലവണ്ണം കായ്ക്കേണ്ടതിന് കമ്പുകളെ ദൈവം വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഇവിടെയും മുന്തിരിത്തോട്ടം സംരക്ഷിക്കുന്ന ഒരു ദൈവം. നല്ല ഫലം കായ്ക്കാത്തൊരവസ്ഥയാണെങ്കിൽ ഇന്ന് നിന്നെ സംരക്ഷിക്കുന്ന ഒരു കർത്താവ്. നീ കർത്താവിന്റെ കൂടെ ജീവിക്കുമ്പോൾ ഇന്ന് എനിക്കൊരു കുഴപ്പമില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ, നമ്മൾ പാപം ചെയ്ത് ദൈവ തേജസ്സിൽ നിന്ന് അകലാൻ തുടങ്ങിയാൽ നമുക്ക് സംരക്ഷണം തരുന്നത് കൊണ്ടാണ് നമുക്കിപ്പോൾ കുഴപ്പമില്ലാത്തത്. നമ്മുടെ സംരക്ഷണം എടുത്തു മാറ്റിയാലോ അപ്പോൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളാകും. ആകയാൽ വരുവിൻ, ഞാൻ എൻ്റെ മുന്തിരിത്തോട്ടത്തോട് എന്തു ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളയും. കണ്ടോ, കർത്താവ് പറയാണ്, ഈ വേലി കെട്ടിയത് ഞാനാണ്, കല്ല് പെറുക്കി കളഞ്ഞത് ഞാനാണ്, മുന്തിരി ചെടി നട്ടത് ഞാനാണ്, അതിനു വേണ്ട എല്ലാ കാര്യവും ഒരുക്കിയത് ഞാനാണ്. എന്നാൽ നിങ്ങളിൽ നിന്ന് കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. അതിന് ഞാൻ എന്തു ചെയ്യും? ഞാൻ ആ വേലി പൊളിച്ചു കളയും. ഇതെന്നെക്കുറിച്ചാണ് പറയുന്നതെങ്കിലോ എന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് കരുതിയാലോ? പ്രിയമുള്ളവരെ, ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് മാറിപ്പോകരുത്. അവൻ നമ്മെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വേലി പൊളിച്ചു കളഞ്ഞാൽ നമുക്ക് സംരക്ഷണമില്ലാതെയാകും.
അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നുപോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വെള്ളിത്തല മുറിക്കാതെയും കിളുക്കാതെയും ഇരിക്കും. പാറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. അതിൽ മഴ പെയ്യിക്കാതിരുന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. മഴ പെയ്യിക്കരുതെന്ന് ഞാൻ മേഘങ്ങളോട് കൽപ്പിക്കും. ഇങ്ങനെ ദൈവം നട്ട ഒരു മുന്തിരിത്തോട്ടമായിരുന്നു ദൈവമക്കൾ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ അല്ലെങ്കിൽ ദൈവമക്കൾ. നമുക്ക് സംരക്ഷണം തന്നത്. അന്ന് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത സംരക്ഷണം ഇന്ന് നമുക്ക് തന്നെങ്കിൽ ഈ സംരക്ഷണത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകാതിരിക്കേണ്ടതിന് നമ്മൾ നല്ല ഒരുക്കത്തോടെ ആയിരിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എല്ലാവരുടെ മേലും ദൈവകൃപയും അനുഗ്രഹവും വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.